ഓവർ. ഇനി രണ്ടാമത്തെ മെത്തേഡ് റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, റിഡക്ഷൻ കുറവ് വരുന്നു. റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ നമുക്ക് നോക്കാം. ക്യാപിറ്റൽ റിഡക്ഷൻ എന്നും പറയാം, റിഡക്ഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിഡക്ഷൻ. സോ നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെ വരുന്നു നമുക്ക് നോക്കാം. അപ്പം നമ്മൾ പഠിക്കുന്നത് ഇപ്പം റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. അതിൽ ഒന്നാമത്തത് എന്താന്ന് വെച്ചാൽ ഓക്കെ, reducing or extinguishing the liability of the member for uncalled capital. Okay, reducing or extinguishing the liability of uncalled capital. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളെ. എ ലിമിറ്റഡിൻ്റെ അടുത്ത് 10,000 ഷെയർ ഉണ്ട്. ഓക്കെ, ഒരു ഷെയറിന്റെ വില 10 ആണ്. ഒരു ഷെയറിന്റെ വില 10 ആണ്. ഓക്കെ, ഇതില് 7 ആണ് പെയ്ഡ്. 10 രൂപയാണ് ഷെയറിന്റെ വില, പക്ഷെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനോട് അടക്കാൻ പറഞ്ഞത് 7 രൂപയാണ്. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സിനോട് അടക്കാൻ പറഞ്ഞത് 7 രൂപ. അപ്പൊ ഷെയർ ഹോൾഡേഴ്സ് 70,000 രൂപ ആയിരിക്കും നമ്മുടെ ഷെയർ ക്യാപിറ്റൽ അല്ലെ, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. സംശയമൊന്നുമില്ലല്ലോ. ഒരു ഷെയർ 10,000-ന് ഒന്നിന് 10 രൂപ വില. ബട്ട് ഷെയർ ഹോൾഡേഴ്സിനോട് 10 അടക്കണ്ട. പിന്നെ ഞാൻ ഇനി 3 രൂപ അവർ അടക്കാനുണ്ട്. 3 രൂപ അൺപെയ്ഡ് ആണ്. 7 രൂപ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. അവർ 7 രൂപ അടച്ചു. അപ്പൊ എന്റെ കയ്യിൽ ഇപ്പോഴുള്ള ക്യാപിറ്റൽ 70,000. സോ കമ്പനി ഇന്റേണൽ റീകൺസ്ട്രക്ഷന്റെ സമയത്ത് ഡിസൈഡ് ചെയ്യുവാണ് ഈ 3 ഇനി അവർ തരണ്ട. Reducing the liability of member of uncalled capital. ഈ 3 രൂപ ഇനി അവർ തരണ്ട. ഈ 10 രൂപ എന്നുള്ള ഈ വാല്യൂ ഉണ്ടല്ലോ, ഈ 7 രൂപേനെ ഞാൻ ഫുള്ളി പെയ്ഡപ്പ് ആയിട്ട് കാണാൻ പോവാണ്. ഇനി മുതൽ ഈ 3 രൂപ തരാനുള്ളവർ തരണ്ട. മൈ ക്യാപിറ്റൽ ഞാൻ എത്രയാക്കിയിട്ട് കണ്ടോളാം? 7 രൂപയാണ് ഫുള്ളി പെയ്ഡ്, 10 അല്ല എന്ന് ഞാൻ കണ്ടോളാം എന്ന് പറയുകയാണ്. സോ ഞാനിവിടെ എഴുതും equity share capital to equity share capital. റിവൈൻഡ് അടിക്കണ്ട, യു വിൽ വെയിറ്റ്. ഇങ്ങനെ ഞാൻ എഴുതും. ഓക്കെ, ഞാനിവിടെ എങ്ങനെ എഴുതേണ്ടത് ഈസിയിൽ പറഞ്ഞുതരാം. 10,000 ഇൻറ്റു 10 1 ലക്ഷം ഇവിടെ എഴുതണം. ഇവിടെയും 1 ലക്ഷം എഴുതണം. നോ, തെറ്റാണ്. ഇവിടെ എത്രയാണ് പെയ്ഡ് അപ്പ്? 7. എൻ്റെ കയ്യിൽ എത്രയാണ് ഉണ്ടായത്? ബാലൻസ് ഷീറ്റിൽ എനിക്ക് എത്രയാണ് ഉണ്ടത്? 70,000. സോ ഇവിടെയും നിങ്ങൾ 70,000 എഴുതണം, ഇവിടെയും നിങ്ങൾ 70,000 എഴുതണം. സോ അവിടെയാണ് കുട്ടികളുടെ ഡൗട്ട്. ലെറ്റ്സ് സി ഇവിടെ എന്താ നടന്നതെന്ന് പറഞ്ഞുതരാം. ഒന്നുമില്ല. ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ബാലൻസ് ഷീറ്റ് നമ്മൾ ശരിക്കും എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഇവിടെ എഴുതിയിട്ടുണ്ടാവും പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന് എഴുതുന്നിടത്ത് ഫേസ് വാല്യൂ ഷെയറിന്റെ ശരിക്കുള്ള വില 10 രൂപയാണ്. ബട്ട് പെയ്ഡ് അപ്പ് ആയിരിക്കുന്നത് 7 റുപ്പീസ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ബാലൻസ് ഷീറ്റിൽ 70,000 കാണിക്കുക. അപ്പൊ ഇനി മുതൽ ഈ ഫേസ് വാല്യൂ 10 എന്നുള്ളതല്ല, ഇനി എത്രയാണ് ഫുള്ളി പെയ്ഡ്? 7. അപ്പൊ നമ്മുടെ ഈ ചേഞ്ചസ് വരുന്നത് ഇവിടെ ഈ 2 എമൗണ്ടിലാണ്. സോ ഇറ്റ് ഡസന്റ് ഇഫക്ട് ദി ടോട്ടൽ എമൗണ്ട്. ടോട്ടൽ എമൗണ്ട് 7 ആണെന്ന് ആക്കുകയാണ്. 10 പോയി 7 ആണല്ലോ പറയുന്നത്. അപ്പം 70,000 ആ വേണ്ടത്. ഒരിക്കലും 1 lakh എഴുതരുത്. 3 ക്യാൻസൽ ചെയ്തു, ഇനി 3 വേണ്ട. സോ ഇവിടെ വരേണ്ടത് ഇവിടെ മാത്രം. ഇവിടെ എഴുതുക, നമ്മൾ 10 റുപ്പീസിനെയാണ് ക്യാൻസൽ ചെയ്യുന്നത് അല്ലെ, 10 റുപ്പി ഉള്ള ഷെയറിനെയാണ് ക്യാൻസൽ ചെയ്യുന്നത്. സോ ഈ 10 റുപ്പി ഫേസ് വാല്യൂ വരുന്ന ഷെയർ ഇവിടെ ക്യാൻസൽ ചെയ്യും. 7 റുപ്പി ഫേസ് വാല്യൂ വരുന്ന ഷെയർ ഇവിടെ എഴുതണം. ഒരു കാരണവശാലും ഇവിടെ 1 lakh എഴുതരുത്. ബിക്കോസ് ബാലൻസ് ഷീറ്റിനകത്തുള്ളത് 70,000 ആണ്. നമ്മളിവിടെ അത് ക്യാൻസൽ ചെയ്യുക ചെയ്യുന്നത്. സോ ഇവിടെ 1 lakh ഉണ്ടോ? നോ. സോ ഒരു കാരണവശാലും ഇവിടെ 1 lakh എഴുതരുത്. ഇഫക്റ്റ് ഇതാണ്, ബാലൻസ് ഷീറ്റ് ഇതാണ്. സോ ക്യാൻസലേഷൻ വരുമ്പോൾ 70,000 വരണം. ഇനി ഇവിടെ നിങ്ങൾ നരേഷനും കൂടെ എഴുതുക, അപ്പൊ ക്ലിയർ ആവും. ഷെയർസ് ഓഫ് ₹10 ഫേസ് വാല്യൂ കൺവേർട്ട് ചെയ്തു, കൺവേർട്ടഡ് ഇൻ ടു ഷെയർ ഓഫ് ₹7 ഈച്ച് എന്ന് എഴുതാം. ഓക്കെ, സോ
ഇതാണ് നമ്മുടെ ഒന്നാമത്തത്, റെഡ്യൂസിങ് ഓർ എക്സ്റ്റിംഗ്വിഷിങ് അൺകോൾഡ് ക്യാപിറ്റലിന് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഒരിക്കലും ഇവിടെ ഫുള്ളി പെയ്ഡ് അപ്പ് എത്രയാണോ അത് വേണം ഇവിടെ വരാൻ, ബിക്കോസ് ആ പെയ്ഡ് അപ്പ് ആണ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവും. ഓക്കെ, നൗ സെക്കൻഡ് വൺ. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ കാണാം. ഞാനിപ്പോൾ ചെയ്ത അതേ പ്രോബ്ലം ആണ്. A Limited having 10,000 equity shares of rupees 10 each, rupees 7 paid up. Decide to cancel the liability of rupees 3 per share. Make shares at 7 each fully paid up. അതിൻ്റെ ആൻസറും അതിൻ്റെ നരേഷനും അടക്കം അവിടെ കാണാം. Now രണ്ടാമത്തത്, returning the excess capital. Returning the excess capital. രണ്ടാമത്തെ വേ, എക്സസ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ, ഓക്കെ, എക്സസ് ക്യാപിറ്റൽ ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഈ എക്സസ് ഷെയർ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുമ്പോൾ എൻട്രി എന്തായിരിക്കും? നേരെ തിരിച്ചിടുക, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. എത്രയാണോ തിരിച്ചു കൊടുക്കുന്നത് ആ ഒരു എമൗണ്ട് മാത്രം ഇവിടെ എഴുതണം. ഓക്കെ, ഇത് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി. ഇനി എത്രയാണോ റീഫണ്ട് തിരിച്ചു കൊടുക്കുന്നത്, തിരിച്ചു കൊടുക്കുന്ന എൻട്രി ഇതാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതല്ല നമ്മുടെ റീറ്റേൺ അല്ലെങ്കിൽ റീഫണ്ടിൻ്റെ എൻട്രി ഇതാണ്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ 2 എൻട്രി ആയിട്ട് കാണാം. ഇപ്പം ഷെയർ ക്യാപിറ്റലിൻ്റെ ആർക്കാണോ ഷെയർ ക്യാപിറ്റൽ അവകാശപ്പെട്ടത്? ഷെയർ ഹോൾഡറിന്. ഇനി ആ ഷെയർ ഹോൾഡറിന് എന്താക്കിയിട്ട് കൊടുക്കും? ബാങ്ക് ക്യാഷ് ആക്കിയിട്ട്. സോ ഈ ഷെയർ ഹോൾഡറും പോവും. നെറ്റ് എഫക്റ്റ് ഈസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ആണ്. സോ ഈ ഒരു എൻട്രി പാസ് ചെയ്താൽ മതി. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. A Limited having 10,000 equity shares of rupees 10 each. അപ്പോൾ 10,000 ഇക്വിറ്റി ഷെയർ ഉണ്ട്. ഒരു ഷെയറിൻ്റെ വില 10. നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ ഒരു സൈഡിൽ ഇതൊക്കെ എഴുതി വെക്കുക, എത്ര അറിയുന്ന കുട്ടികളായാലും. ഫുള്ളി പേ ഡിസൈഡ് ടു റിട്ടേൺ ടു ഇറ്റ്സ് മെമ്പേഴ്സ് rupees 3 per share. 3 രൂപ റിട്ടേൺ ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, ആൻഡ് മേക്ക് ദ ഷെയർ rupees 7 fully paid up. ഓക്കെ, റൈറ്റ് ജേർണൽ എൻട്രി. ജേർണൽ എൻട്രി എഴുതാൻ വളരെ സിമ്പിൾ ആണ്. റീഫണ്ട് ചെയ്യുന്നത് എത്രയാണ്? റിട്ടേൺ ചെയ്യുന്നത് 3. നമ്പർ ഓഫ് ഷെയർ 10,000. അപ്പോൾ 10,000 × 3 എത്രയാ? 30,000 ഇവിടെ എഴുതണം. ഇനി നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഡൗട്ട് എന്നിട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ എൻട്രി എഴുതാൻ വളരെ സിമ്പിൾ ആണ്. റിട്ടേണിൻ്റെ എൻട്രി മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഈ 7 ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കുന്നു, ഇതോ എഴുതണ്ടേ എന്നൊക്കെയുള്ള സംശയം വരും. അത് ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ദിസ് ഇസ് യുവർ എൻട്രി. ഇവിടെ ശ്രദ്ധിച്ചോ, എന്തുകൊണ്ടാണ് ഇവിടെ 7 അല്ലെങ്കിൽ 10 എന്നുള്ള ഒരു ഇത് നേരത്തെ എഴുതിയ എൻട്രി എഴുതണ്ടേന്ന് ചില ആൾക്കാരെങ്കിലും മനസ്സിൽ വിചാരിക്കും. അവർക്ക് വേണ്ടി ഇവിടെ എക്സ്പ്ലനേഷൻ പറയുവാണ്. അപ്പോൾ ഇത് കിട്ടുമ്പോൾ എൻട്രി എന്തായിരിക്കും എഴുതിയ? ഈ എൻട്രി ഷെയർ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ, അതായത് ഈ 10,000 ഷെയർ ഓഫ് rupees 10 each കിട്ടുമ്പോൾ എന്താ എഴുതിയിട്ടുണ്ടാവുക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ. ഞാൻ ഇവിടെ തന്നെ എഴുതുവാണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എഴുതിയിട്ടുണ്ടാവും. എത്ര കിട്ടീന്? 10,000 ഷെയറിന് 10 വെച്ച് കിട്ടി. ദാറ്റ് ഈസ് 1 lakh. ഇതല്ലടോ കിട്ടുമ്പോൾ എഴുതിയ എൻട്രി. ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു എൻട്രി പാസ് ചെയ്തിട്ടുണ്ടാവും, റൈറ്റ്? ഇപ്പൊ ഇവിടെ റീഫണ്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ഈ എൻട്രി പാസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? റീഫണ്ട് 3 രൂപ റീഫണ്ട് ചെയ്തു. നിങ്ങൾ ഇതിന്റെ നെറ്റ് ഇഫക്റ്റ് നോക്കി. ഇപ്പൊ എത്രയായി എന്ന് പറയുന്ന 7 പെയ്ഡ് അപ്പ്, അതായത് 10,000 ഷെയറിന് 7 എന്ന് പറയുമ്പോൾ 70,000 ആണ് ഇപ്പൊ നമ്മുടെ ക്യാപിറ്റൽ. ആയില്ലേ? 1 ലക്ഷം കിട്ടിയിട്ടുണ്ട്, അതിൽ 30,000 തിരിച്ചു കൊടുത്തു. നേരെ ഉൾട്ട 30 വന്നു. സോ ഇപ്പൊ നമ്മുടെ നെറ്റ് ഇഫക്റ്റ് എത്രയാണോ? 70,000. സോ അതിന് വേറെ തന്നെ എൻട്രി പാസ് ചെയ്യരുത്. ഈ 2 എൻട്രി പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് ഓൾറെഡി അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇഷ്യൂവിൻ്റെ എൻട്രി വേണ്ട, ജസ്റ്റ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ആണ്. സോ റീഫണ്ടിൻ്റെ എൻട്രി മാത്രം എഴുതുന്നത്. ഈ 7 ഫുള്ളി പെയ്ഡ് അപ്പ് 10 എന്നുള്ള നേരത്തെ ഇവിടെ എഴുതണ്ടേ എന്നുള്ള സംശയമുള്ള കുട്ടികളോടത്താണ് ഞാനിപ്പോൾ സംസാരിച്ചത്. സോ യു ഹാവ് ടു റൈറ്റ് ദിസ് ജേർണൽ എൻട്രി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത്
അടുത്തത്. സോ ഈസിയാണ്. റിഫണ്ട് റിട്ടേൺ അല്ലെ റീഫണ്ട് വരുന്ന മാത്രം കാണിക്കുക. നമ്പർ ഓഫ് ഷെയർ ഇൻറ്റു റിട്ടേൺ ചെയ്ത എമൗണ്ട്. ഓക്കെ, റെഡ്യൂസിങ് ഓർ ക്യാൻസലിങ്. മുഴുവൻ വായിച്ചോട്ടെ, അല്ല വേണ്ട. റെഡ്യൂസിങ് ഓർ ക്യാൻസലിങ്. ഓക്കെ, reducing or cancelling the paid up capital. Paid up capital reduce ചെയ്യുന്നു, which is lost or not represented by the asset. ഓക്കെ, എന്താന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഒരു കമ്പനി ഒരുപാട് വർഷം ഇങ്ങനെ ലോസ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ബാലൻസ് ഷീറ്റിനകത്തുണ്ടല്ലോ. ഓക്കെ, ഒരു കമ്പനി ഒരുപാട് ഇയറിൽ ഇങ്ങനെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കമ്പനീൻ്റെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഒരുപാട് വേണ്ടാത്ത അസറ്റ്സ്, ഫിക്റ്റീഷ്യസ് അസറ്റ് ഇങ്ങനെ കൂടുതലുണ്ടാവും. P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ്, പ്രിലിമിനറി എക്സ്പെൻസ്, ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. കൂടാണ്ട് ഈ അസറ്റ് സൈഡിൽ ഇൻടാഞ്ചിബിൾ അസറ്റായ ഗുഡ് വില്ലൊക്കെ വെറുതെ വാല്യൂ 1 lakh എന്നൊക്കെ കാണിക്കുന്നതായിരിക്കും. അതിനൊന്നും ശരിയായ വാല്യൂ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ ഇങ്ങനെ പലപ്പോഴും ഈ കുറേ ലോസ് ഉള്ള കമ്പനീൻ്റെ അസറ്റ് സൈഡിലുള്ള പല അസറ്റും വാല്യൂ ലെസ് അല്ലെങ്കിൽ ഈ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന അത്രയും മതിപ്പുള്ള വാല്യൂ ഇല്ലാത്ത അസറ്റ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. ഓക്കെ, അതൊരു പോയിന്റ്. പിന്നെ രണ്ടാമത്തത്, അപ്പോൾ ഈ ഒരു അസറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് കൊണ്ടുവരണം അല്ലേ. ചിലപ്പോൾ ഗുഡ് വില് 1 lakh ഉണ്ടാവും, ബട്ട് 1 lakh ഒന്നും ഉണ്ടാവില്ല. ഗുഡ് വില്ലൊക്കെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് ഒഴിവാക്കേണ്ട കേസൊക്കെ ആയിരിക്കും. സോ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് ഇതൊക്കെ റൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ, അസറ്റിൻ്റെ വാല്യൂ ഒക്കെ കുറയണമെങ്കിൽ നമ്മുടെ കയ്യിൽ എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം വേണം അല്ലേ. എന്തെങ്കിലും നമ്മൾ എവിടുന്നെങ്കിലും എടുത്താലല്ലേ നമുക്ക് ഈ ഒരു പൈസ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ് റെഡ്യൂസിങ് അല്ലെങ്കിൽ ക്യാൻസലിങ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യും. ആ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വരുന്ന നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ഒരു സംഭവത്തിന് നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ കൊണ്ടുപോയി ഇടും. മനസ്സിലായിക്കോളും, വെയിറ്റ് ചെയ്യും, പറയുന്നത് കേട്ടാൽ മതി. ഇവിടെ എന്താ പ്രശ്നം എന്തേനു, അസറ്റൊക്കെ വെറുതെ ഇങ്ങനെ ബാലൻസ് ഷീറ്റിൽ ഹൈ വാല്യൂവിൽ കിടക്കുകയാണ്. ഓക്കെ, ബട്ട് ഹൈ വാല്യൂവിൽ കിടക്കുകയാണ്, ബട്ട് ഇതിനൊന്നും യഥാർത്ഥത്തിൽ ഇത്ര വിലയൊന്നും ഇല്ല. നമ്മുടെ കമ്പനി ആണെങ്കിൽ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ കമ്പനീൻ്റെ ബാലൻസ് ഷീറ്റ് ഫൈനാൻഷ്യൽ സ്ട്രക്ചർ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ഈ അസറ്റിനെയൊക്കെ അതിൻ്റെ യഥാർത്ഥ നോർമൽ വാല്യൂവിലേക്ക് കൊണ്ടുവരണം. നമുക്ക് വെറുതെ ഒരു സാധനം ഇപ്പോൾ ഗുഡ് വിൽ ഇവിടെ 1 lakh ഉണ്ടെങ്കിൽ ഇനി അടുത്ത ബാലൻസ് ഷീറ്റിൽ ആവോട്ടെ നമുക്ക് ഒരു 5000 എഴുതാമെന്ന് പറഞ്ഞ് എഴുതാൻ പറ്റുമോ? ഇല്ല. ഇതൊക്കെ നമുക്ക് അക്കൗണ്ടിങ് എൻട്രീസിൽ ത്രൂവേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ 1 lakh അല്ലെങ്കിൽ ഇവിടെയുള്ള ഫിക്സഡ് അസറ്റിൻ്റെ വില ഇപ്പം 5 ലക്ഷമാണ്. ബട്ട് 5 ലക്ഷം ഇല്ല, അതിനെ നമ്മൾ 2 ലക്ഷമൊക്കെ ആക്കി ചുരുക്കണം. അപ്പം ഈ ചുരുക്കണമെങ്കിൽ നമുക്ക് അടുത്ത ബാലൻസ് ഷീറ്റ് എടുത്തിട്ട് അങ്ങനെ എഴുതി വെച്ചാൽ പോരാ. വി നീഡ് എ പ്രോപ്പർ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. അപ്പം ഇങ്ങനെയുള്ള അസറ്റിൻ്റെ റിഡക്ഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഈ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് നമുക്ക് കിട്ടുക റെഡ്യൂസിങ് ഓർ ക്യാൻസലിങ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഒന്നുകിൽ നമ്മുടെ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്തിട്ടോ എങ്ങനെയും ആയിരിക്കും നമുക്കിത് കിട്ടുക. അത് ഞാൻ ഇപ്പം എക്സാമ്പിൾ വഴി പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്ത് കിട്ടുന്ന ആ ഒരു എമൗണ്ട് നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ഇടും. എങ്ങനെ കിട്ടുന്ന എമൗണ്ട് ഇതേ ഇവിടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്നത് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ ഇടും. എന്നിട്ട് ഈ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ അസറ്റിന് എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂവിനെ റൈറ്റ് ഓഫ് ചെയ്യും. ഇതാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ ആണേ? ഹൗ ടു ഡു ദിസ് നമ്മളിപ്പോൾ പറയും. എന്തിനാ ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്കൊരു ഇതിൻ്റെ എൻട്രീസ് പറയാം. അല്ലേ വേണ്ട, നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. എന്നിട്ട് ഞാൻ എൻട്രി നെക്സ്റ്റ് ഈ പ്രോബ്ലം ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു സി എന്ന് പറയുന്ന പാർട്ടിൻ്റെ ജേർണൽ എൻട്രി ഞാൻ പറയാം. സോ ക്വസ്റ്റ്യൻ ഈസ് ദർ ഓൺ ദ സ്ക്രീൻ. നിങ്ങളൊരു പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിക്കാം. ഞാനിതൊന്ന് ക്ലീൻ ചെയ്യട്ടെ. ഓക്കെ, ലെറ്റ്സ് റീഡ് ദ ക്വസ്റ്റ്യൻ.
എൻ്റെ കയ്യിലുള്ള ബാലൻസ് ഷീറ്റ് പഴയ ഫോമാറ്റ് ആണ്. നിങ്ങൾക്ക് പുതിയ ഫോമാറ്റിലാണോ ബാലൻസ് ഷീറ്റ് ഉള്ളതെന്ന് എനിക്കറിയില്ല. സോ ഞാൻ ഇത് പറയുവാണ്. ഫോളോയിങ് ഈസ് എ ബാലൻസ് ഷീറ്റ് ഓഫ് എ ലിമിറ്റഡ്. എ ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റിനകത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ക്രെഡിറ്റർ ഉണ്ട്. എപ്പോഴും ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിയാൽ നമ്പർ ഓഫ് ഷെയർ ഒന്ന് വെറുതെ കണ്ണോടിക്കുക. ഒരു ഷെയറിൻ്റെ വില എത്രയാണെന്ന് നോക്കണം. പ്രിഫറൻസ് ഷെയർ എത്രയുണ്ട്, അതിനൊന്നിൻ്റെ വില എത്ര, വെറുതെ ഒന്ന് നോക്കി വെക്കാം. ക്രെഡിറ്റർ നോക്കി. പിന്നെ ഞാൻ അസറ്റ് സൈഡിൽ നോക്കിയപ്പോൾ അവിടെ ഗുഡ് വിൽ ഉണ്ട്, ഫിക്സഡ് അസറ്റ് ഉണ്ട്, കറണ്ട് അസറ്റ് ഉണ്ട്, P&L അക്കൗണ്ട് ഉണ്ട്. മീൻസ് ഒരു ഫിക്ടീഷ്യസ് അസറ്റ് ഉണ്ട്. നൗ പാരഗ്രാഫ്. ഇറ്റ് വാസ് റിസോൾവ് ദാറ്റ് equity share of 10 each to be reduced to the share of 7 each. അപ്പോൾ ആദ്യം തന്നെ 10 each ഉള്ള ഷെയർ ₹7 each ആക്കാൻ തീരുമാനിച്ചു. ആൻഡ് പ്രിഫറൻസ് ഷെയർ 7% പ്രിഫറൻസ് ഷെയറിന് 100 each ഉള്ളത് 8% പ്രിഫറൻസ് ഷെയർ ഓഫ് ₹75 each ആക്കാനും തീരുമാനിച്ചു. ഓക്കെ. Number of shares in each case is to be remain the same. Number of shares in each case is to be remain the same. Okay. It was resolved that amount so available be used for writing of the debit balance of P&L account. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ രണ്ടും നമ്മുടെ ഷെയർ ക്യാപിറ്റൽ ആണ്. ഈ ഷെയർ ക്യാപിറ്റൽ റിഡ്യൂസ് ചെയ്ത് കിട്ടിയ എമൗണ്ട് കൊണ്ട് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ടു ബി യൂസ് ഫോർ റൈറ്റിംഗ് ഓഫ് ദ ഡെബിറ്റ് ബാലൻസ് ഓഫ് P&L അക്കൗണ്ട്, ഗുഡ് വിൽ അക്കൗണ്ട് ആൻഡ് വിത്ത് ദ ബാലൻസ് ഫോർ റൈറ്റിംഗ് ഡൗൺ ദ ഫിക്സഡ് അസറ്റ്. പിന്നെ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഫിക്സഡ് അസറ്റും റൈറ്റ് ഓഫ് ചെയ്തോളൂ. ഷോ ദ ജേർണൽ എൻട്രീസ്. ഓൾസോ പ്രിപ്പയർ ദ ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ റീകൺസ്ട്രക്ഷൻ. ഓക്കെ. സോ നമ്മൾ പ്രോബ്ലം, ശരിയായ പ്രോബ്ലം ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്ര നേരം നമ്മൾ ചെയ്തത് വളരെ സിമ്പിളാണ്. യു എക്സ്പെക്ട് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫോർ യുവർ എക്സാമിനേഷൻസ്. ഓക്കെ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറയുന്നുണ്ട്. നമ്പർ ഓഫ് ഷെയർസ് എന്തായിരിക്കണം? റിമെയിൻസ് സെയിം. ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ഇതെടുക്കുവാണ്. ഇതെടുക്കും മുമ്പേ എനിക്ക് എത്ര ഇക്വിറ്റി ഷെയർ ഉണ്ട് ബാലൻസ് ഷീറ്റിൽ എന്ന് അറിയണം. ബാലൻസ് ഷീറ്റിലുള്ളത് 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് ആണ്. 1 lakh. ഇതാണ് ബാലൻസ് ഷീറ്റിലുള്ളത് അല്ലേ? ഇവിടെ എൻട്രി നമുക്ക് ഇവിടെ എഴുതാം. ബാലൻസ് ഷീറ്റിൽ ഇതാണുള്ളത്. ഓക്കെ. ക്വസ്റ്റ്യൻ പറയുന്നു ഈ 10 എന്നുള്ളത് 7 ആക്കി മാറ്റണം. ബാലൻസ് ഷീറ്റിലുള്ളത് ഇതാണ്, സംശയമില്ലല്ലോ. ഇത് മാറ്റിയിട്ട് ഈ 10 എന്നുള്ളത് 7 ആക്കി മാറ്റണം. നമ്പർ ഓഫ് ഷെയർസ് സെയിം ആയിരിക്കണം എന്ന് പറയുന്നത്. അപ്പം നമ്പർ ഓഫ് ഷെയർ 10,000 തന്നെ, ബട്ട് ഇത് 7 ആക്കണം. അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പം എത്ര? 70,000. ക്ലിയർ? സോ ഇവിടെ ഒരു ചേഞ്ച് വന്നിരിക്കുകയാണ്. ബാലൻസ് ഷീറ്റിൽ 1 lakh ഉണ്ട്, ബട്ട് ഇപ്പം നമ്മളെടുത്ത് പറയുന്നു ഇത് 70,000 ആക്കണം. അപ്പം ഇത് ക്യാൻസൽ ചെയ്യണം, ഇത് വരണം. ക്ലിയർ? ഇതിൻ്റെ എൻട്രിയാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. ഇത് ക്യാൻസൽ ചെയ്യണം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ക്യാൻസൽ ചെയ്യണം. സോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഏത് ക്യാൻസൽ ചെയ്യണം? 1 lakh. സോ യു ഹാവ് ടു റൈറ്റ് ഹിയർ 1 lakh. സംശയമില്ലല്ലോ. ഇത് പുതിയത്, ഇത് എഴുതണം. സോ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 70,000. ഓക്കെ. ഇനി ബാക്കി ഇവിടെ ഒരു 30,000ൻ്റെ സംഭവം വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ ഏത് അക്കൗണ്ടിലോട്ട് ഇടണം മക്കളെ? ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. ഓക്കെ. ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അസറ്റ് എന്ത് ചെയ്യുക? റൈറ്റ് ഓഫ് ചെയ്യുക. ഓക്കെ. ഓക്കെ. അതവിടെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1 lakh ആണ്. അവിടെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, നിങ്ങളൊന്ന് നോക്കുക. അടുത്തത് ഇത് നമ്മുടെ പ്രിഫറൻസ് ഷെയറിൻ്റെ കാര്യം. ഇത് മയക്കുവാണ്. ഞാൻ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കി. ബാലൻസ് ഷീറ്റിലുള്ളത് പ്രിഫറൻസ് ഷെയറിൻ്റെ കാര്യമാണ്. ബാലൻസ് ഷീറ്റിലുള്ളത് 7% പ്രിഫറൻസ് ഷെയർ, 1000 പ്രിഫറൻസ് ഷെയർ ഓഫ് ₹100 ഈച്ച്. സോ 1 lakh. ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റിലുള്ളത്. ഇപ്പം നമ്മളോട് പറയുന്നു ഈ 7% എന്നുള്ളത് 8% ആക്കണം. ഈ 100 എന്നുള്ളത് 75 ആക്കണം. നമ്പർ ഓഫ് ഷെയർസ് സെയിം ആയിരിക്കണം. അപ്പം നമ്പർ ഓഫ് ഷെയർ 1000 തന്നെ ആയിരിക്കണം.
അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഇത് രണ്ടും ഇൻറ്റു ചെയ്ത് കിട്ടിയത് 75,000. സോ ഇത് ക്യാൻസൽ ചെയ്യണം, ഇത് വരണം. സോ ഇത് ക്യാൻസൽ ചെയ്ത് ഏതാണ് 7% പ്രിഫറൻസ് ഷെയർ. സോ 7% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1 lakh should be cancelled and you have to new thing, that is 8% preference share capital 75,000. Here also there is a difference of 25,000. That should be evada ezhudana capital reduction account. Narration akka ningal ezhudana. Ini question il parayunu ee sambhavam use cheyidittu ee reduction cheyuma kittiya idu rendu use cheyidittu ningal endokke write off cheyanennu parayunu. P&L account, ഗുഡ്വില്ലും ബാക്കി ഉണ്ടെങ്കിൽ ഫിക്സഡ് അസറ്റ്. മക്കളെ ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്യാൻ പറയുന്നു, ഫിക്റ്റീഷ്യസ് അസറ്റ് ആയ P&L അക്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യാൻ പറയുന്നു. ഇതെല്ലാം ഒരു അസറ്റ് ആണ്. അസറ്റ് റൈറ്റ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ അസറ്റിന് ഓൾറെഡി ഡെബിറ്റ് ബാലൻസ് ആണ്. സോ ക്യാൻസൽ ചെയ്യണമെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഈ P&L അക്കൗണ്ടിനെയും ഗുഡ്വില്ലിനെയും എൻട്രിയിൽ ക്രെഡിറ്റിലാണ് വരേണ്ടത്. മോളിൽ ആര് വരണം? ഏത് ഉപയോഗിച്ചിട്ടാണ് ഇത് റൈറ്റ് ഓഫ് ചെയ്യുന്നത്? നമ്മുടെ സ്വന്തം ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ എത്ര പൈസയുണ്ട്? 30 ഉണ്ട്, 25 ഉണ്ട്. ഇവിടെ ഒരു ക്യാപിറ്റൽ റിഡക്ഷൻ ഉണ്ട്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളെ കയ്യിൽ 55,000 ഉണ്ട്. സോ 55,000 ഉണ്ട്. P&L അക്കൗണ്ട് ഫുള്ളി റൈറ്റ് ഓഫ് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. സോ ഇറ്റ് ഈസ് 26,000. ഗുഡ്വില്ലും അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഫുള്ളി റൈറ്റ് ഓഫ് ചെയ്യണമെന്ന് 25,000. ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ഇതാ ഇവിടെ ബാക്കിയുണ്ട്, ഇത് രണ്ടും കൂടി 51,000 ആയിട്ടേ ഉള്ളൂ. ഒരു 4,000 രൂപ ബാക്കിയുണ്ട്. ഇത് 55 ഇത് രണ്ടും ആഡ് ചെയ്താൽ 51 ആയിട്ടുള്ളൂ. സോ അത് നമ്മൾ എന്ത് റൈറ്റ് ഓഫ് ചെയ്യാൻ ഉപയോഗിക്കണം എന്നാ പറയുന്ന ഫിക്സഡ് അസറ്റ്. ഓക്കെ, എൻട്രി ഈസ് ഓവർ. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ബട്ട് ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. ക്വസ്റ്റ്യനിൽ നിങ്ങളോട് പറയുന്നു ബാലൻസ് ഷീറ്റ് വരയണം. ഓക്കെ, സോ നമുക്ക് ബാലൻസ് ഷീറ്റും കൂടെ ഇവിടെ ബാലൻസ് ഷീറ്റും കൂടെ വരയണം. ബാലൻസ് ഷീറ്റ് വരയുമ്പോൾ വെരി സിമ്പിൾ. ഞാൻ നോട്ട്സ് ഒന്നും വരയുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് അവിടെ സ്ക്രീൻഷോട്ടിൽ കാണിച്ചു തരും. ഞാനിവിടെ ജസ്റ്റ് ഓരോന്നിലും എന്തൊക്കെ വരും എന്ന് പറയാം. ഇക്വിറ്റി ഷെയർ എന്ന് പറയുമ്പോൾ ഓൾറെഡി പണ്ടുള്ളതല്ല വരിക, അത് ക്യാൻസൽ ആയിട്ടുണ്ട്. ഇവിടെ എത്രയേ ഉള്ളൂ? 70,000. പണ്ടുള്ള 1 lakhന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡെബിറ്റ് വന്നിട്ടുണ്ട്, അത് ക്യാൻസൽ ആയിട്ടുണ്ട്. ഇവിടെ എത്രയേ ഉള്ളൂ? 70,000. ഇനി പ്രിഫറൻസ് ഷെയർ 7% അല്ല ഇപ്പോൾ ഉള്ളത്, 8% പ്രിഫറൻസ് ഷെയർ ആണ്. ദാറ്റ് ഓൾസോ 75,000. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? യാ, ബാലൻസ് ഷീറ്റ് ഒന്ന് എടുത്തേ. ഒരു ക്രെഡിറ്റർ ഉണ്ട് ബാലൻസ് ഷീറ്റിൽ. നമ്മളോട് ക്രെഡിറ്ററിനെ പറ്റി ഒന്നും പറയുന്നില്ല. സോ ആ ക്രെഡിറ്റർ അതേപടി ഉണ്ടാവും. സോ ഈ 3 ഐറ്റം ആയിരിക്കും നിങ്ങളുടെ ലാബിലിറ്റി സൈഡിൽ വരുന്നുണ്ടാവുക. ഇനി നമ്മുടെ അസറ്റ് സൈഡ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇത് കാണുന്നുണ്ടായിരുന്നു അവിടെ. ഓക്കെ, അസറ്റ് സൈഡ് എടുത്ത് നോക്കുവാണെങ്കിൽ അസറ്റ് സൈഡിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ മതി. ഗുഡ്വിൽ ഇല്ല, ഗുഡ്വിൽ ക്യാൻസൽ ആയിപ്പോയി. അടുത്ത ഐറ്റം വരുന്നത് ഫിക്സഡ് അസറ്റ് ആണ്. സോ ഫിക്സഡ് അസറ്റ് ബാലൻസ് ഷീറ്റിലുള്ളത്, ക്വസ്റ്റ്യനിലുള്ളത് 1,04,000 ആണ്. അതിൽ എത്ര ക്യാൻസൽ ചെയ്തു? എത്ര ക്യാൻസൽ ആയി പോയി? റൈറ്റ് ഓഫ് ചെയ്തു 4,000. സോ ഇപ്പം എൻ്റെ കയ്യിൽ എത്രയേ ഉള്ളൂ? 1 lakh. അടുത്തത് ക്വസ്റ്റ്യനിൽ കറണ്ട് അസറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ കറണ്ട് അസറ്റിന് ഒന്നും ചെയ്തിട്ടില്ല, അപ്പോൾ കറണ്ട് അസറ്റ് അതേപോലെ അവിടെ ഉണ്ടാവും. അടുത്ത നമ്മുടെ P&L അക്കൗണ്ട് ആണ്. P&L അക്കൗണ്ടും നമുക്കില്ല, അത് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. സോ ഇതും ഇല്ല, ഗുഡ്വില്ലും ഇല്ല. ഇത് രണ്ടും ആയിരിക്കും നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്ത് ഉണ്ടാവുക. സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലി ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ദിസ് ഈസ് യുവർ പ്രോബ്ലം. ഇതിൻ്റെ സൊല്യൂഷൻ ഞാൻ സ്ക്രീൻഷോട്ട് ആയിട്ട് അവിടെ ഇട്ടേക്കാം. ഓക്കെ, അടുത്തത് നമുക്ക് അപ്പോൾ ഇനി ആ ഒരു പാർട്ടിൻ്റെ ജേർണൽ എൻട്രി ആണ്. റെഡ്യൂസിങ് ഓർ ക്യാൻസലിംഗ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വിച്ച് ഇസ് ലോസ്റ്റ് ഓർ നോട്ട് റെപ്രസെൻറ്റഡ് ബൈ ദി അവൈലബിൾ അസറ്റ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. നമുക്കറിയാം നമ്മൾ ഈ പഠിച്ചിരിക്കുന്നത്, അതായത് ഒരു ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യണമെങ്കിലുള്ള എൻട്രിയാണ്. ക്യാൻസൽ ചെയ്യേണ്ട ഷെയർ ക്യാപിറ്റൽ മുകളിൽ എഴുതണം. ഓൾറെഡി നമ്മളിപ്പോൾ ചെയ്ത കണക്കിൽ നമ്മൾ അത് തന്നെയാണ് ചെയ്തത്. ക്യാൻസൽ ചെയ്യേണ്ട ഷെയർ ക്യാപിറ്റൽ മുകളിൽ എഴുതണം. ഓക്കെ, പുതിയ ഷെയർ ക്യാപിറ്റൽ 2 എഴുതണം. എന്നിട്ട് ഡിഫറൻസ് വരുന്നത് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ എഴുതണം. ഓക്കെ, ഈ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ
ഇവിടെ ഇങ്ങനെ ക്രെഡിറ്റിലാണ് ഇത് വരുന്നതെങ്കിൽ ഇതിൻ്റെ അർത്ഥം ഇങ്ങോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 1 lakh ഉള്ളത് 70 ആയിട്ട് കുറച്ചു. സി നമ്മളിപ്പോൾ ചെയ്ത കണക്ക് 1 lakh ഉള്ളത് 70 ആയിക്കോട്ടെ 30,000 വി ഗോട്ട് ഇറ്റ്. സോ ക്യാപിറ്റൽ റിഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു റിസർവ് പോലെയാണ്. ഓക്കെ, സോ നമുക്ക് ആ 30,000 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇങ്ങോട്ട് വരുന്നതിനാണ് ക്യാപിറ്റൽ റിഡക്ഷനിൽ ക്രെഡിറ്റ് കാണിക്കാം. എനിവേ ഈ എൻട്രി നോക്കുവാണെങ്കിൽ റെഡ്യൂസ് ചെയ്യുമ്പം ഓൾഡ് ക്യാപിറ്റൽ മുകളിൽ വരണം, താഴെ വരണം, ടു ഷെയർ ക്യാപിറ്റൽ ന്യൂ ആയിരിക്കണം, അത് തമ്മിലുള്ള ഡിഫറൻസ് ക്യാപിറ്റൽ ഡിഡക്ഷൻ അക്കൗണ്ടിലോട്ട് വരണം. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു ബി എന്ന് പറയുന്ന പാർട്ട് ക്വസ്റ്റ്യൻ വരുമ്പം അവിടെ വെച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഇല്ലുസ്ട്രേഷനകത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് നോക്കാം. അടുത്തത് when there is appreciation in the value of asset. നമ്മൾ ഇത്ര നേരവും ഇവിടെ ഗുഡ് വില്ലൊക്കെ നമ്മൾ ഡിപ്രിസിയേഷനാണ് പറഞ്ഞത് അല്ലേ, നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നതിൻ്റെ എൻട്രിയാണ് ഇവിടെ നമ്മൾ നേരത്തെ എഴുതിയിരുന്നത്. ഇനി ഇതേ ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കൂടുകയാണെങ്കിൽ ഈ എൻട്രി നേരെ തിരിച്ചിട്ട് വരും. അസറ്റ് മുകളിലും ക്യാപിറ്റൽ റിഡക്ഷൻ താഴെയും വരും. ഓക്കെ, സോ അസറ്റിൻ്റെ വാല്യൂ കൂടുമ്പം അതും നമുക്ക് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് വരും. അത്രയും കൂടെ ഒരു ഫ്ലോ ഈ ക്യാപിറ്റൽ റിഡക്ഷനിൽ ഉണ്ടാവും. സോ അസറ്റ് അക്കൗണ്ട് അറ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. അപ്രിസിയേഷൻ ആണെങ്കിൽ അസറ്റിൻ്റെ വാല്യൂ കൂടുകയാണെങ്കിൽ അസറ്റ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എൻട്രി. ഓക്കെ, ഇനി അസറ്റ് റൈറ്റ് ഓഫ് ചെയ്യുന്ന എൻട്രി ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് അറ്റർ ടു ഏതൊക്കെ അസറ്റാണോ റൈറ്റ് ഓഫ് ചെയ്യേണ്ടത് അതിൻ്റെ പേര് എഴുതണം. പ്രിലിമിനറി എക്സ്പെൻസ് ആണെങ്കിൽ അതിൻ്റെയൊക്കെ പേര് ഇവിടെ മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്രിസിയേഷൻ ആണെങ്കിൽ ആ അസറ്റ് ടു ക്യാപിറ്റൽ റിഡക്ഷൻ. ഇനി അസറ്റിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് അറ്റർ ടു ആ പർട്ടിക്കുലർ അസറ്റിൻ്റെ വാല്യൂ ഇവിടെ എഴുതണം. ഓക്കെ, ഇനി പെട്ടെന്നൊരു ലാബിലിറ്റി വന്നു, നമുക്ക് ഇതുവരെ ഇല്ലാത്തൊരു ലാബിലിറ്റി നമ്മൾ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ്റെ സമയത്ത് കിട്ടുവാണെങ്കിൽ അതും നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് അറ്റർ ടു പുതിയ ലാബിലിറ്റി എന്ന് പറഞ്ഞിട്ട് അൺറെക്കോർഡഡ് ലാബിലിറ്റി എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കണം. ഓക്കെ, പുതിയൊരു ലാബിലിറ്റിയും കൂടെ വരികയാണെങ്കിൽ ആ ലാബിലിറ്റി ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് അറ്റർ ടു അൺറെക്കോർഡഡ് ലാബിലിറ്റി പറഞ്ഞ് കാണിക്കണം. ഒന്നാമത്തെ എൻട്രി ഓക്കെ, രണ്ടാമത്തെ എൻട്രി നമ്മൾ ലീവ് ചെയ്തിട്ടുണ്ടായി. സോ അപ്രിസിയേഷൻ ആണെങ്കിൽ ഇങ്ങനെ അസറ്റിൻ്റെ വാല്യൂ കുറയുക അല്ലെങ്കിൽ പുതിയൊരു ലാബിലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് മുകളിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐറ്റംസ് താഴെ വരണം. ഇനി ക്യാപിറ്റൽ റിഡക്ഷനിൽ എന്തെങ്കിലും എമൗണ്ട് ബാലൻസ് ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. നമ്മളിപ്പോൾ ചെയ്ത കണക്കിൽ ടോട്ടൽ ക്യാപിറ്റൽ റിഡക്ഷനിൽ ഇവിടെ 30, ഇവിടെ 25, 55 ഉണ്ടായിരുന്നുള്ളൂ. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്കിയൊന്നുമില്ല. അങ്ങനെ ബാക്കി ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഇതാണ് ഈ ഒരു ഭാഗത്ത് വരുന്ന ജേർണൽ എൻട്രി. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോബ്ലമാണ് നമ്മൾ തൊട്ട് മുന്നേ ചെയ്തത്. ഇനി ഇതിൽ റീഓർഗനൈസേഷനാണ് വരിക. അതിനേക്കാളും മുന്നേ ഇതിൻ്റെ ഇല്ലുസ്ട്രേഷനകത്ത് ഇത് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ചെയ്യാൻ പറ്റും. എന്താ ഈ ഒരു കണക്കൊക്കെ ഇപ്പം നമ്മൾ പഠിച്ച ആ ഒരു സംഭവമാണ്. സോ ഈ ഒരു പ്രോബ്ലവും കൂടെ എക്സ്പ്ലനേഷൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യും.